നിനക്കായി മാത്രം ഭാഗം 1. ഹരിയേട്ടാ, അവൾ അവനെ നീട്ടി വിളിച്ചു. നീണ്ടൊഴുകുന്ന പെരിയാറിന് കുറുകെയുള്ള പാലത്തിനടുത്തായിട്ട് നിന്നാണ് രണ്ടുപേരുടെയും സംസാരമൊക്കെ. എന്തേടി പെണ്ണെ? അവനും അവളുടെ അതേ ടോണിൽ തന്നെ അതിന് വിളി കേട്ടു. എന്നാ ഇനി തിരിച്ചു പോവാ? ഞാൻ വന്നിട്ടാകെ 2 ദിവസമായുള്ളൂ. അപ്പോഴേക്കും തിരികെ പോകുന്ന കാര്യമാണോ ചോദിക്കുന്നത്? അവളുടെ ചോദ്യം കേട്ടതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവളോട് തിരികെ ചോദിച്ചു. അതിന് അവളൊന്ന് ചിരിച്ചു കാണിച്ചു. ആ ചിരിയിൽ അവൻ അങ്ങനെ തന്നെ നോക്കി നിന്നു പോയി. അവളുടെ ചിരിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ചിരിക്കുമ്പോൾ ചുണ്ടിന് താഴെ ഒരു ചെറിയ ചുഴി പോലെ വരും. അത് വല്ലാത്ത ഭംഗിയാണ്. അത് കാണാൻ വേണ്ടി അവൻ ഇടയ്ക്ക് അവളെ ചിരിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ കാര്യം ഞാൻ വീട്ടിൽ പറയട്ടെ ഹരിയേട്ടാ. പുഴയുടെ തീരത്തിരുന്ന് പുഴയിലേക്ക് നോക്കി എന്തൊക്കെയോ ആലോചനകൾക്കൊടുവിൽ അവൾ അവൻ്റെ തോളിലേക്ക് തലചായ്ച്ചു കൊണ്ട് ചോദിച്ചു. അത് ഇപ്പോൾ വേണോ വാവേ? പെട്ടെന്ന് അവൻ്റെ ശബ്ദം ഗൗരവത്തിലായത് അവൾ ശ്രദ്ധിച്ചു. എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യാത്തതുപോലെ. എങ്കിലൊരു കാര്യം ചെയ്, ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ നീയും പോരെ. കളിയായി പറഞ്ഞ് അവൻ അവളെ നോക്കി ചിരിച്ചു. അതത്ര വലിയ രീതിയിൽ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ അവനെ തിരികെ കണ്ണു കൂർപ്പിച്ചു നോക്കി. നമ്മുടെ ഈ ബന്ധത്തിന് ആരും സമ്മതിക്കില്ല അല്ലേ ഹരിയേട്ടാ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിൽ നോവ് കലർന്നിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാവേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കരുത്. സമയമാകുമ്പോൾ എല്ലാം അതുപോലെ നടക്കും. അങ്ങനെ കരുതിയാൽ മതി. അവളുടെ നെറുകയിലൊന്ന് ചുണ്ടമർത്തിക്കൊണ്ട് അവൻ കാര്യമായിട്ട് തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് രണ്ടുപേർക്കും ഒരുപോലെ അറിയാവുന്നതാണ്. എങ്കിലും വെറുതെ ഒരു പ്രതീക്ഷ. മനസ്സിലെ വേദനയ്ക്ക് അല്പനേരത്തേക്കെങ്കിലും ഒരു ആശ്വാസം പോലെയാണ് അവൻ്റെ വാക്കുകൾ അവൾക്ക്. കുറച്ചു നേരം കൂടി അവനോട് സംസാരിച്ചിരുന്ന് അവനോട് യാത്ര പറഞ്ഞ് പാടത്തിൻ്റെ വരമ്പത്തൂടെ നടന്നു നീങ്ങുന്നവളെ അവൻ അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. പടിപ്പുര കടന്ന് അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ കണ്ടു, വീടിന് മുന്നിൽ നിന്ന് അച്ഛനോട് സംസാരിക്കുന്ന 1-2 പേര്. കാണുമ്പോൾ തന്നെ അറിയാം, ഗുണ്ടകൾ തന്നെ. അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് നടക്കാനൊരുങ്ങിയതും അച്ഛൻ അവളെ വിളിച്ചിരുന്നു. അമ്പലത്തിൽ പോയി വരാൻ എന്താ ഇത്ര താമസം? അച്ഛൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദത്തിന് മുന്നിൽ അവളൊന്ന് പതറിപ്പോയി. എങ്കിലും അച്ഛൻ്റെ മുഖത്തേക്ക് തന്നെ അവൾ ഗൗരവത്തോടെ ഒന്ന് നോക്കി. ഞാനൊന്ന് വേണിയുടെ വീട്ടിൽ. അകത്തേക്ക് പൊക്കോ. അവൾ അത് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ തന്നെ അച്ഛൻ അകത്തേക്ക് കയറി പൊക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നിനും നിൽക്കാതെ ശ്വാസം നീട്ടി വലിച്ച് ആശ്വാസമായി എന്ന രീതിയിൽ അവൾ അകത്തേക്ക് ഓടിയിരുന്നു. കയ്യിലുള്ള ഇലച്ചീന്ത് പൂജാമുറിയുടെ അരികിലായിട്ടുള്ള സ്റ്റാൻഡിൽ വെച്ച് നേരെ മുകളിലെ മുറിയിലേക്ക് ഓടിക്കയറി. അവിടെ എന്തൊക്കെയോ ഫയലുകൾ തിരിച്ചും മറിച്ചും നോക്കുന്നവൻ്റെ പിന്നിലൂടെ ചെന്ന് ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കാൻ ശ്രമിച്ചു. വാതിൽ തന്നെ ഇടിച്ചു പൊളിക്കുന്നത് പോലെയാണ് നീ കയറി വരുന്നത്. എന്നിട്ട് പിന്നെയും എൻ്റെ പിന്നീന്ന് വന്ന് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കാൻ നോക്കുന്നത് എന്ത് മണ്ടത്തരാണ് എൻ്റെ വാവക്കുട്ടി. അവൾ അവനെ പേടിപ്പിക്കാൻ നോക്കിയിട്ടും അവൻ പേടിച്ചില്ല. അത് കണ്ടതും അവളെ കളിയാക്കും പോലെ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു, പേടിച്ചില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ കൂടുതൽ വർത്താനം പറയാനൊന്നും നിൽക്കണ്ട. ഓ ശരി തമ്പുരാട്ടി. അവൻ കൈ വായിൽ വെച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഏട്ടൻ ഇന്ന് പോകുന്നില്ലേ? ഉണ്ട്, ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ വൈകിപ്പോയാൽ മതി. അതിനൊന്നും മൂളിക്കൊണ്ട് അവൾ അവൻ്റെ കട്ടിലിലേക്കിരുന്നു. അമ്പലത്തിൽ പോയിട്ട് എന്തേ തിരിച്ചു വരാൻ വൈകി? ഞാനൊന്ന് വേണിയുടെ വീട്ടിൽ വരെ പോയി. അവിടെ എന്താ? ഇത് നല്ല പാട്. എനിക്കെൻ്റെ കൂട്ടുകാരിയെ കാണാൻ പൊക്കൂടെ? അവൾ തിരികെ കെറുവോടെ അവനോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യത്തിന് അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ തിരികെ ഫയലിലേക്ക് തന്നെ കണ്ണു നട്ടു. ഞാൻ പോവാ. അവൻ്റെ പുറത്ത് ഒരടിയും കൊടുത്ത് അവൾ അവളുടെ മുറിയിലേക്ക് ഓടി. ഇനി നമുക്ക് ഇവരൊക്കെ ആരാണെന്ന് പരിചയപ്പെടാം. ചന്ദ്രോത്ത് തറവാട്ടിൽ സുധീരനും ഭാര്യ ശ്യാമയ്ക്കും 2 മക്കൾ. മൂത്തത് വൈശാഖ് എന്ന വിച്ചു, ഇളയത് വൈഗ എന്ന വാവ. വൈശാഖ് ജനിച്ച് ഏകദേശം 8 വർഷങ്ങൾക്ക് ശേഷമാണ് വൈഗ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാവരുടെ ഇടയിൽ നിന്നും അല്പം പുന്നാരമൊക്കെ കൂടുതലാണ്. വൈശാഖാണ് അവളെ ജനിച്ചപ്പോൾ മുതൽ വാവ വാവ എന്ന് വിളിച്ചു തുടങ്ങിയത്. അവന് അവൾ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെക്കാളും അച്ഛനേക്കാളും അവൾക്കും ഏട്ടനോട് തന്നെയാണ് കാര്യം. ഏട്ടന് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇരുവരും തമ്മിൽ ഇണപിരിയാനാവാത്ത വിധത്തിലുള്ളൊരു സ്നേഹബന്ധമാണ്. അങ്ങനെ ഇവർ 4 പേരും അടങ്ങുന്ന ഒരു ചെറിയ ന്യൂക്ലിയർ ഫാമിലിയാണ് വൈഗയുടേത്. സുധീരന് കൃഷിയും അല്ലറ ചില്ലറ പലിശയ്ക്ക് കൊടുക്കലും മറ്റുമൊക്കെയാണ്. കൃഷിയാണ് പ്രധാനം. ചന്ദ്രോത്ത് ഫിനാൻസ് എന്ന പേരിൽ ഒരു ഫിനാൻസ് കമ്പനി അയാൾക്ക് ടൗണിലുണ്ട്. അതെല്ലാം നോക്കി നടത്തുന്നത് മകൻ വൈശാഖാണ്. വൈഗ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കുകയാണ്. 2ാം വർഷമാണ്. അത്യാവശ്യം മാർക്കുള്ളത് കൊണ്ടും പൈസ ആവശ്യത്തിലധികം ഉള്ളത് കൊണ്ടും അവിടെ ഏറ്റവും അടുത്ത് തന്നെയുള്ള നഴ്സിംഗ് കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. രാവിലെ പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് തിരികെ വീട്ടിലെത്താം.
അവളെ ഡോക്ടറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സുധീരനൊക്കെ താല്പര്യം. പക്ഷേ വൈഗയ്ക്ക് ഡോക്ടറിനേക്കാൾ ഉപരി നഴ്സിംഗ് ആണ് താല്പര്യം എന്ന് പറഞ്ഞു. മകളുടെ ഇഷ്ടമാണ് അയാൾക്ക് വലുത്. അവളോട് അയാൾക്ക് അകമഴിഞ്ഞ സ്നേഹവുമാണ്. പക്ഷേ ദേഷ്യം കാണിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും അവളുടെ ആഗ്രഹങ്ങളെല്ലാം അയാൾ അതുപോലെ തന്നെ നടത്തിക്കൊടുക്കും. മുറിയിൽ കയറി വൈഗ നേരെ ഫോൺ എടുത്തു. അതിൽ ഹരിയേട്ടൻ എന്ന് സേവ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചു. ഹലോ വാവേ. അപ്പുറത്ത് നിന്ന് അവൻ്റെ ശബ്ദം. ആകെ പതർച്ച നിറഞ്ഞാണ് അവളത് കേട്ടത്. വാവേ, ഞാൻ വണ്ടി ഓടിക്കുക, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. അത് പറഞ്ഞ് അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. ഫോൺ അവിടെ വെച്ച് ഡ്രസ്സൊക്കെ മാറി. 2 ആഴ്ച കഴിഞ്ഞാൽ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റഡി ലീവാണ്. സ്റ്റഡി ലീവായിട്ടും സ്റ്റഡി ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഹരി കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ അവൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോൺ എടുക്കാതെ അവൾ നേരെ താഴേക്കിറങ്ങി. അമ്മേ, വിശക്കുന്നു. ഡൈനിങ് ടേബിളിൽ വന്നിരുന്നുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേശമേലിരിക്കുന്ന ഭക്ഷണം ഒന്ന് എടുത്തെങ്കിലും കഴിക്കേണ്ട വാവേ നീ. മുറിയിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. അതിന് പരിഭവിച്ചുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണം എടുത്ത് കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കുമ്പോഴാണ് എവിടെയോ പോകാൻ എന്നതുപോലെ ഒരുങ്ങി നിൽക്കുന്ന അമ്മയെ അവൾ കാണുന്നത്. അമ്മ എങ്ങോട്ട് പോവാ? അവരുടെ അടുത്തേക്ക് വന്ന് അവൾ സംശയത്തോടെ ചോദിച്ചു. ഞങ്ങളൊന്ന് പണിക്കരെ കാണാൻ വേണ്ടി പോവാണ്. അമ്മ ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനും ഉണ്ട് അമ്മയുടെ കൂടെ പോകാൻ എന്നവൾ ചിന്തിച്ചു. എന്താ ഇപ്പോൾ പണിക്കരെ കാണാൻ? ഏട്ടന് കല്യാണം വല്ലതും സെറ്റാക്കാനാണോ? അവൾ കളിയാക്കുന്നത് പോലെ അമ്മയോട് തിരികെ ചോദിച്ചു. അല്ല, നിനക്ക് കല്യാണം നോക്കാൻ. അവളുടെ ചോദ്യം കേട്ടതും അമ്മ ഗൗരവത്തോടെ പറഞ്ഞതും വൈഗ അവരെ ഞെട്ടലോടെ നോക്കിയിരുന്നു. തുടരും. ആൻഡ് അപ്പോൾ നമ്മളിന്ന് പുതിയ സ്റ്റോറി തുടങ്ങിയിരിക്കുവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞി കഥയാണിത്. വളരെ കുറച്ച് പാർട്സേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഇതൊരു ക്ലീശേ പൈങ്കിളി കഥയാണ്. വലിയ കാര്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട. ഇത് തന്നെ ക്രിഞ്ച് കഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻഡ് അപ്പോൾ വീഡിയോ എല്ലാവരും നന്നായിട്ട് കാണുക. കഥ കേട്ടവരെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.